എൻ്റെ നാട്ടിലെ ചില ആൾക്കാർ എന്നെ ജയന്തി താത്ത എന്ന് വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ പല ആൾക്കാരും എന്നോട് പറയും, ഇനിയിപ്പോൾ തട്ടവിട്ട് കാണേണ്ടി വരുമോ, പള്ളിക്കണ്ടി വന്ന് കാണേണ്ടി വരുമോ. എന്നോട് ഹസ്ബൻഡിൻ്റെ അച്ഛൻ പറഞ്ഞത്, മുസ്ലിം ലീഗല്ലേ, അവർ സംരക്ഷിക്കും, പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോകാം. നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗാണ്. അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണമേശയുടെ സൈഡിലൊരു ചെയർ ഇടിപ്പിച്ച് അവിടെ എന്നെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചത് ഒരിക്കലും മറക്കാനാവാത്തൊരനുഭവമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് വയനാട് ജില്ല എന്ന് പറയുന്നത് ഒരു പിന്നോക്ക ജില്ലയാണ്. ആദിവാസി പിന്നോക്ക സമൂഹം തിങ്ങിപ്പറക്കുന്നൊരു മേഖലയാണ്. അവിടെ ഒരു മാറ്റി നിർത്തപ്പെടലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചേച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ മനോഹരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചത്?